ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിന്ന് ഒരുപാട് കുട്ടികൾ ഒരു റിക്വസ്റ്റ് ആയിരുന്നു ബയോകെമിസ്ട്രിയും പിന്നെ തേർഡ് സെമിസ്റ്ററിൽ മൈക്രോബയോളജിയുമാണ് ഏറ്റവും കൂടുതൽ. ബയോകെമിസ്ട്രി, ന്യൂട്രീഷൻ, മൈക്രോബയോളജിയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നത് സെക്കൻഡ് സെമിസ്റ്ററിലും തേർഡ് സെമിസ്റ്ററിലായിട്ട്. അപ്പോൾ നമുക്ക് ബയോകെമിസ്ട്രി ഇത്തിരി എനിക്ക് നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായ കാര്യമാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് ടെൻഷനാണല്ലോ അത് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം സൈക്കിളൊക്കെ ഉണ്ട്. കാരണം നിങ്ങൾ മാർക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ന്യൂട്രീഷനാണ് കൂടുതൽ മാർക്കിന് ചോദിക്കുന്നത്. 75 മാർക്സിൻ്റെ എക്സാമിന് 50 മാർക്സിൻ്റെ ക്വസ്റ്റ്യനും ന്യൂട്രീഷനിൽ നിന്നാണ് വരുന്നത്. ബാലൻസ് 25 മാർക്സിൻ്റെ മാത്രം ക്വസ്റ്റ്യൻസ് ബയോകെമിസ്ട്രിയിൽ നിന്ന് ചോദിക്കുന്നുള്ളൂ. ബട്ട് യു ഹാവ് ടു ഗീവ് മോർ ടൈം ഫോർ സ്റ്റഡിങ് ബയോകെമിസ്ട്രി ബിക്കോസ് വി ആർ ന്യൂ ടു ദിസ് സബ്ജക്റ്റ് അല്ലേ. നമ്മൾ ബയോകെമിസ്ട്രി ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ ഇതുവരെ അങ്ങനെ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, പക്ഷേ ബയോകെമിസ്ട്രി നമുക്ക് അറിയത്തില്ല. ആദ്യമായിട്ടാണ് ഈ സബ്ജക്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷേ ഈസിയാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്കത് നോക്കാം. അപ്പം ഞാൻ ക്ലാസ്സുകൾ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഓരോ യൂണിറ്റും പഠിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ ആ സിലബസ് എടുക്കുക. സിലബസിൽ അതിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കുക. നോക്കിയതിന് ശേഷം അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് ആ ചാപ്റ്റർ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും എന്തൊക്കെ പഠിക്കണം, എന്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, എത്രത്തോളം ഒരു ക്വസ്റ്റ്യൻ തന്നെ ഏതൊക്കെ ടൈപ്പ് മാർക്കിന് ചോദിക്കാം, എത്ര മാർക്കിന് വീതം ചോദിക്കാം അല്ലെ. ഇതൊക്കെ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ചോദിക്കും, പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ ഇത് ഇന്ന ചാപ്റ്ററിലുള്ളതാണെന്ന്. നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ അത് ഏത് ചാപ്റ്ററിലുള്ളതാണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഫസ്റ്റ് ഞാൻ സിലബസും പ്രീവിയസ് ഇയേഴ്സിൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിനകത്തു നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ്, അപ്പോൾ ആ ഒരു രീതിക്കുള്ള ആവശ്യമായിട്ടുള്ള കണ്ടന്റ്സ് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ ഈ ബയോകെമിസ്ട്രി, സത്യനാരായണ, അങ്ങനെ വാസുദേവ് പല ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, നല്ല നല്ല ടെക്സ്റ്റ് ബുക്കുകളാണ് ഇതെല്ലാം തന്നെ. പക്ഷെ അതൊക്കെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് വളരെ ഡീറ്റെയിൽ, അതായത് ബയോകെമിസ്ട്രിയുടെ BScയോ MScയോ ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് പഠിക്കേണ്ട ലെവലിനകത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻസ് ആണ് അല്ലെ, നമ്മളെന്താ നഴ്സിംഗ് പഠിക്കുന്നവർ. നമുക്ക് മെഡിക്കലി അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. അതെന്താണ്, കാർബോഹൈഡ്രേറ്റ്സ് എന്താണ്, നമ്മുടെ ശരീരത്തിന് എന്തൊക്കെയാണ് യൂസ് ഉള്ളത്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, പിന്നെ നമുക്ക് അറിയേണ്ടത് ആ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരം നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അത് ഡൈജസ്റ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് മെറ്റബോളൈസ് ചെയ്യുന്നത്, അത് മെറ്റബോളൈസേഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ പഠിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോബ്ലംസ് വരും, അതിൻ്റെ മാനേജ്മെൻറ്റ് ജസ്റ്റ് വളരെ ബ്രീഫായിട്ട് കുറച്ച് അതൊന്ന് പഠിക്കണം. പിന്നെ അതിൻ്റെ കാർബോഹൈഡ്രേറ്റ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കാർബോഹൈഡ്രേറ്റ്സിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ അതെല്ലാം തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് 2-3 ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ബയോകെമിസ്ട്രിയിൽ കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ് ചെയ്യും. കാരണം സൈക്കിളുകളൊക്കെ ഉണ്ട്. സൈക്കിളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സ്റ്റാൻഡ്സ് ഫോർ ആസ്കിങ് അഗെയിൻ ഒക്കെ വീണ്ടും ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലുള്ള ടോപ്പിക്സ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പം അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. അപ്പോൾ സൈക്കിൾ എന്ന് കേൾക്കുമ്പോൾ കുട്ടികളെല്ലാം ഭയങ്കരമായിട്ട് പേടിക്കണം. അയ്യോ ഇതെങ്ങനെ പഠിക്കും, അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഐ വിൽ എക്സ്പ്ലെയിൻ ഫോർ യു. നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, അതായത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേട്ടിരുന്നു ഓരോ സെൻറ്റൻസ് ഞാൻ പറയുന്നത്. കുറച്ച് സമയം എടുത്തായിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ കാരണം അത്രയും മനസ്സിലാക്കി തരണം. കാരണം ജസ്റ്റ് ഇങ്ങനെ വായിച്ചു വിടാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല ബയോകെമിസ്ട്രിയുടെ സൈക്കിളുകൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് നമ്മൾ ടൈം എടുത്ത് തന്നെയായിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അത് അത്രയും ഒരു ക്ഷമയോടെ ഇരുന്ന് കേട്ട് പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് സൈക്കിളുകൾ ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഫണ്ടമെന്റൽസിന്റെ കുറച്ച് ടോപ്പിക്സ് ഓൾറെഡി ഫസ്റ്റ് സെക്കൻഡ് യൂണിറ്റ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തേർഡ് യൂണിറ്റിന് ഞാൻ കുറച്ച് പോർഷൻസ് മീൻസ് പ്രൊഫഷൻ്റെ ടോപ്പിക്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് അപ്ലോഡ് ചെയ്തു. ഇനി അടുത്ത നഴ്സിംഗ് ആണ് ടോപ്പിക്. അത് കഴിഞ്ഞ് വാല്യൂസ്, എത്തിക്സ്, കോഡ് ഓഫ് എത്തിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് അടുത്ത് വരുന്നത്. അത് ഓൾറെഡി നോട്ടെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബയോകെമിസ്ട്രി ചോദിച്ചതുകൊണ്ട് 1-2 ക്ലാസ് ബയോകെമിസ്ട്രി എടുത്ത് തന്നിട്ട് എനിക്ക് തോന്നി ഒരു യൂണിറ്റ് ബയോകെമിസ്ട്രി എടുത്ത് തന്നിട്ട് അടുത്ത് പിന്നെ വീണ്ടും ഫണ്ടമെന്റൽസിലോട്ട് പോകാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ന്യൂട്രീഷനിൽ വരാം. കാരണം ന്യൂട്രീഷൻ നമുക്ക് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ന്യൂട്രീഷനിലാണ് 50 മാർക്കും. കാരണം കമ്പൈൻ ചെയ്ത് ന്യൂട്രീഷനും ബയോകെമിസ്ട്രിയും കൂടെ നിങ്ങൾക്ക് പാസ്സായാൽ മതി. അപ്പോൾ ന്യൂട്രീഷനാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഈസി ആയിട്ടുള്ളത്. അതുകൊണ്ട് ബയോകെമിസ്ട്രി പഠിക്കണ്ട എന്നല്ല, ബയോകെമിസ്ട്രി പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, ഈസിയാണ്. ബട്ട് വി ഹാവ് ടു ഗിവ് മോർ ഇമ്പോർട്ടൻസ് ഫോർ മോർ സ്റ്റഡി അവേഴ്സ് ഫോർ ന്യൂട്രീഷൻ. സോ ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് വീണ്ടും
ഫണ്ടമെന്റൽസിലോട്ട് പോകും. വീണ്ടും നമ്മൾ ന്യൂട്രീഷൻ്റെ ഒരു യൂണിറ്റ് പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ബയോകെമിസ്ട്രി വീണ്ടും പഠിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, എനിക്ക് തോന്നുന്നു ഫണ്ടമെന്റൽസ് ഒക്കെ നിങ്ങൾക്ക് ഒരുവിധം വായിച്ചാൽ മനസ്സിലാകും. കുറച്ച് ഇച്ചിരി നമുക്ക് മനസ്സിലാകാത്ത കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, അതൊക്കെ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകാത്തേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ മാക്സിമം കവർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ എഴുതുക. ഞാൻ ഓൾറെഡി ഫണ്ടമെന്റൽസിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, ഇഫ് യു വാച്ച്ഡ് ആൻഡ് സ്റ്റഡീഡ് ദെൻ യു ജസ്റ്റ് മെൻഷൻ ലൈക്ക് ഐ സ്റ്റഡീഡ് ഓർ ഐ ഫിനിഷ് സംതിങ് യു ക്യാൻ റൈറ്റ്, ദെൻ ഐ വിൽ ഫീൽ ഹാപ്പി ആൻഡ് ഐ വിൽ ഗെറ്റ് എ മോട്ടിവേഷൻ ടു ടേക്ക് ക്ലാസ്സസ് അഗെയിൻ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ആ ഒരു ക്ലാസ് കണ്ട് പഠിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുമ്പോഴാണ്. അത് എനിക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ്, നിങ്ങൾ ആ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ലൈക്സോ അല്ലെങ്കിൽ കമൻസോ അതിലൂടെ നിങ്ങൾ പഠിച്ചു അല്ലെ എന്താണെന്നുള്ളത് ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഐ വിൽ ഫീൽ ഹാപ്പി ആൻഡ് ഐ വിൽ ഫൈൻഡ് ടൈം ടു ടേക്ക് എ ക്ലാസ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് നിങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. ഇഫ് യു വാണ്ട് ക്ലാസ്, ഇഫ് യു ഡോണ്ട് വാണ്ട് ക്ലാസ് ദെൻ നോ നീഡ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു മോട്ടിവേഷൻ കൂടെ തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ എം മോട്ടിവേറ്റിംഗ് യു, യു ഷുഡ് മോട്ടിവേറ്റ് മീ. ഓക്കെ, വി വിൽ സ്റ്റാർട്ട് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ നമ്മുടെ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ സിലബസ് അല്ലേ, കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ നിങ്ങൾ ഇത് ഏത് യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ചില കുട്ടികൾ ചോദിക്കേണ്ട രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആണെങ്കിലോ അതുപോലെ കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിലോ NGR യൂണിവേഴ്സിറ്റി ആണെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഏത് ഇന്ത്യയിലുള്ള ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഈ ചാനലിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ. അതായത് BSc നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ BSc നഴ്സിംഗ് സംടൈം GNM ഓൾസോ ഇറ്റ് ഇസ് യൂസ്ഫുൾ ഓൺലി. ദേ ഡോണ്ട് വാണ്ട് ദിസ് മച്ച് ഡീറ്റെയിൽസ്, even though it is useful only, because after you passing your degree or diploma you are going to write the same exam for job. Okay, ജോലി കിട്ടാൻ വേണ്ടി നിങ്ങൾ രണ്ട് പാർട്ടിക്കാരും എന്താ ഒരേ എക്സാം ആണ് എഴുതാൻ പോകണം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് വേറെ കാര്യമാണ്, നിങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ്. BSc-കാർക്കാണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ BSc-യുടെ സിലബസ്, ഓരോരുത്തരുടെ സിലബസ് എക്സാമിൻ്റെ ടൈമിലൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് വാട്ട് ആർ ദ ടോപ്പിക്സ് യു ആർ സ്റ്റഡിങ് ഇസ് സെയിം ഫോർ ഈച്ച് ആൻഡ് എവറി യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിലും സെയിം സിലബസ് തന്നെയാണ്, സെയിം ടോപ്പിക്സ് തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സിലബസിനകത്ത് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഡൈജഷൻ, അബ്സോർഷൻ, മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് റിലേറ്റഡ് ഡിസോർഡർ. അപ്പോൾ അതായത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡൈജഷനാണ്. പക്ഷേ നമുക്ക് കാർബോഹൈഡ്രേറ്റ് എന്താണെന്ന് അറിയണ്ടേ, അത് അറിയണം. കാരണം ക്വസ്റ്റ്യൻസിനകത്ത്, കാരണം ഇപ്പോൾ കുട്ടികൾ ചോദിക്കും ഡയറക്റ്റ് ഡൈജഷൻ പഠിച്ചാൽ പോലും എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. കാർബോഹൈഡ്രേറ്റ്സ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, അത് ഇത്രയും നമ്മൾ പഠിക്കാം. അത് ഇത്രയും പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ആ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ എങ്ങനെയാണ് ഡൈജഷൻ നടക്കുന്നത്, എങ്ങനെയാണ് അത് അബ്സോർബ് ചെയ്യുന്നത് എന്ന് പഠിക്കണം. ഓക്കെ, കാരണം ഇതെല്ലാം ഫങ്ഷൻസും ക്ലാസിഫിക്കേഷനും ഒക്കെ ക്വസ്റ്റ്യൻസിന് വന്നിട്ടുണ്ട്. ഡൈജഷൻ ആൻഡ് അബ്സോർഷൻ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മെറ്റബോളിസം പഠിക്കുമ്പോഴാണ് നമ്മൾ അവിടെ എന്ത് പഠിക്കുന്നത്, സൈക്കിളുകൾ പഠിക്കുന്നത്. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ നമ്മൾ നന്നായിട്ട് ക്ലിയർ ആയിട്ട് ഈസി ആയിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. മെറ്റബോളിസം സൈക്കിളിൽ പഠിക്കണം. പിന്നെ നമുക്ക് പഠിക്കേണ്ടതാണ് ഇത് റിലേറ്റഡ് കാർബോഹൈഡ്രേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ്. അതായത് കാർബോഹൈഡ്രേറ്റ് കൂടിയാൽ എന്തൊക്കെ ഡിസീസ് വരുന്നു, കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞാൽ എന്തൊക്കെ ഡിസീസ് വരുന്നു, അതൊന്ന് ജസ്റ്റ് കുറച്ച് ഡിസീസ് കാരണം റിപ്പീറ്റഡ് ആയിട്ട് എക്സാംസിന് വന്നിട്ടുണ്ട് ഡിസോർഡേഴ്സ്. മെയിൻലി ഡയബറ്റീസ് മെൽറ്റസ്, ഡയബറ്റിക് കീറ്റോആസിഡോസിസ്, എങ്ങനെയാണ്. അടുത്തതാണ് ദ റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് ഓഫ് റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ്. അതുപോലെ തന്നെ ഇവിടെ ഡയബറ്റീസ് മെൽറ്റസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗർ കൂടുതൽ, കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് ഷുഗർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഷുഗർ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഡിസീസാണ് ഡയബറ്റീസ് മെൽറ്റസ് അല്ലേ. അപ്പോൾ നമ്മൾ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ ഇത് പഠിക്കുന്നുണ്ട് അടുത്ത വർഷം, അടുത്ത 3rd സെമ്മിൽ. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ബയോകെമിസ്ട്രി ചെറുതായിട്ടൊന്ന് പഠിക്കണം. കാരണം 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതാൻ കണക്കിന് പഠിക്കണം. അത് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഡയബറ്റീസ് മെൽറ്റസ് എന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്, കോംപ്ലിക്കേഷൻസ് ഓഫ് ഡയബറ്റീസ് മെൽറ്റസ് എന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ടൈപ്പ് 1 ഡയബറ്റീസ് മെൽറ്റസ് മാത്രം എന്ന് ചോദിച്ചിട്ടുണ്ട്, ടൈപ്പ് 2 മാത്രം എന്ന് ചോദിച്ചു. അങ്ങനെ പല രീതിയിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് പഠിക്കണം. പിന്നെ വളരെ ഒരുപാട് തവണ ഒരു റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, OGTT. അത് 5 മാർക്കിന് വളരെ എന്താ പറയുക ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ഷുഗർ കൂടുമ്പോഴും ഷുഗർ കുറയുമ്പോഴുള്ള ഡിസോർഡേഴ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് പഠിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നൗ ഐ എം ഗോയിങ് ടു
ഇപ്പൊ നിങ്ങൾക്ക് സിലബസ് ഒരുവിധം മനസ്സിലായി അല്ലേ, എന്തൊക്കെയാണെന്നുള്ളത്. കാർബോഹൈഡ്രേറ്റ്സിന്റെ ഫംഗ്ഷൻസ്, ക്ലാസിഫിക്കേഷൻ, then what is the mechanism happening in the digestion and absorption, and how it getting metabolized, and what are the irregularities or what are the disorders found in carbohydrate, and how it regulated in the blood glucose level, and what about diabetes mellitus, what about hypoglycemia, what about this OGTT oral glucose tolerance test. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇനി നമുക്ക് പഠിക്കാം. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഇത് പ്രീവിയസ് ഇയേഴ്സിന്റെ നിങ്ങളുടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ എടുത്തപ്പോൾ അവിടെ കണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എക്സാമ്പിൾസ് ആണ്. ഇത് 1-2 തവണയല്ല ഇതിൽ ഓരോ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ചോദിച്ചാൽ പലത് 5, 6, 7 തവണയൊക്കെ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ 5, 6 തവണയൊക്കെ പല ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് അല്ല, ഇനിയും ഉണ്ട് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട്. ഇവിടെ നോക്കാം, ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, എക്സാമ്പിൾസ് ഓഫ് ഡൈസാക്രൈഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കാത്ത, ഇതുവരെ ബയോകെമിസ്ട്രി കാർബോഹൈഡ്രേറ്റ്സ് പഠിക്കാത്ത ഒരു കുട്ടിക്ക് ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ലായിരിക്കും. പക്ഷെ നമ്മൾ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡൈസാക്രൈഡ് എന്ന് പറയുന്നത് നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ ഒരു ടൈപ്പാണ്, ഒരു ക്ലാസിഫിക്കേഷൻ അത് വരുന്നത്. അപ്പോൾ അവിടെ എക്സാമ്പിൾസ് ഓഫ് ഡൈസാക്രൈഡ്സ് എന്ന 2 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു മിനിമം ഒരു 4 എക്സാമ്പിൾ എങ്കിലും നമ്മൾ അവിടെ എഴുതിയിരിക്കണം. നെക്സ്റ്റ് 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഗ്ലൈക്കോലൈസിസ് ഇസ് എ സൈക്കിൾ. ഓക്കെ, മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റിനകത്ത് വരുന്ന ഒരു സൈക്കിളാണ് ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്നത്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് അബൌട്ട് കാർബോഹൈഡ്രേറ്റ് and there is a short paragraph about the digestion and absorption, and next we will start the metabolism with the cycle. First we will write the cycle and with a flow chart, like a flow chart, then we will go for explanation. Each and every steps we will explain. Okay, that when you complete the complete explanation, you will get 10 mark, 9 out of 10. I can tell you 9 out of 10, not 10 out of 10. Nobody will give 10 out of 10. Very rarely they will give 10 out of 10. So I can tell you, you will get 9 out of 10 if you are ready to study. Okay. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ സ്റ്റെപ്സ്, റെഗുലേഷൻ, എനർജറ്റിക്സ് ആൻഡ് ആംഫിബോളിക് നാച്ചർ ഓഫ് ട്രൈ കാർബോക്സിലിക് ആസിഡ്. ഇതും ഗ്ലൈക്കോലിസിസ് കഴിഞ്ഞ് അടുത്തുള്ള മറ്റൊരു സൈക്കിളാണ് ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ, അല്ലെങ്കിൽ TCA സൈക്കിൾ. നിങ്ങൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണും. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ TCA സൈക്കിൾ എന്നായിരിക്കും തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന് പറഞ്ഞിരിക്കും. ഇനി മറ്റൊരു കാര്യമാണ് ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ്. അതായത് ഗ്ലൈക്കോജൻ എന്താണ്, ഗ്ലൂക്കാഗോൺ എന്താണെന്നൊക്കെ നമ്മൾ മുന്നേയുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഗ്ലൈക്കോജൻ എങ്ങനെയാണ് ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഇറഗുലാരിറ്റി, അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകും, അതിൻ്റെ ഡിസീസ്, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, അതിൻ്റെ ഫലമായിട്ട് എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്നൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. അതെന്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് സുക്രോസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഷുഗറാണ്, കാർബോഹൈഡ്രേറ്റ് ആണ്. ഇറ്റ്സ് എ നോൺ റെഡ്യൂസിങ് ഷുഗറാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. നെക്സ്റ്റ് define glycolysis, describe in detail about pathway and significance. Same glycolysis cycle തന്നെയാണ്. അടുത്തത് ഡയബറ്റീസ് മെൽലിറ്റസ് ആൻഡ് ഹോർമോൺ റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോസ്. അതുപോലെ മറ്റൊരു സൈക്കിളിന്റെ പാർട്ടാണ് HMB ഷണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഗ്ലൂക്കോനിയോജെനിസിസ്, ദിസ് ഓൾസോ അനദർ സൈക്കിൾ, ആൻഡ് ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് പാത്വേ ഓഫ് ഗ്ലൂക്കോനിയോജെനിസിസ്. 10 മാർക്കിൻ്റെ എസ്സേ, വളരെ റെയറായിട്ട് ടഫായിട്ട് വളരെ റെയറായിട്ട് വരുന്നുണ്ട് ഗ്ലൂക്കോനിയോജെനിസിസ്. ഇപ്പോൾ സാധാരണ 5 മാർക്കിനോ 2 മാർക്കിനൊക്കെ ആണ് വരാറ്, ചിലപ്പോൾ 10 മാർക്കിനും വന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ലാക്ടോസ് ഇൻടോളറൻസ്. അതും ഒരു അബ്നോർമൽ ഡിസോർഡർ ആണ്. ഇൻഡിക്കേഷൻസ് ഫോർ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. ഇതിൽ 5 മാർക്കാണ് കേട്ടോ. Next, diabetes mellitus 5 mark. Next, mention the normal fasting sugar level. How is the blood sugar regulated? 5 mark. Next, mention the normal value of blood glucose and regulation of blood glucose and oral glucose tolerance. 3 5 മാർക്കിന്റെ ക്വസ്റ്റ്യനുകൾ ചേർത്ത് 10 മാർക്കിന് ചോദിച്ചിരിക്കുന്നു. Next, name the ketone bodies. Explain ketone body synthesis utilized in our body and diabetic ketoacidosis. Next one, define digestion of carbohydrate. Next, hyperglycemia. Discussion of digestion and absorption of carbohydrates and add a note on metabolic disorder associated with the carbohydrate digestion. Next, biological classification and biological importance of carbohydrates. ഇവിടെ എല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും ടോപ്പിക്സ് മാത്രം. ക്ലാസിഫിക്കേഷൻ, ഫങ്ഷൻ,
cycles, metabolism, digestion and absorption, glucose tolerance text, പിന്നെ അതിൻ്റെ ഇൻഡിക്കേഷൻസ്, പിന്നെ ഡിസോർഡേഴ്സ്. ഇത്രയും നിന്നാണ് ക്വസ്റ്റ്യൻസ് അത്രയും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇതിവിടെ ജസ്റ്റ് മറ്റൊരു ഗൈഡിനകത്ത് നിന്ന് കിട്ടിയതാണ്. ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ജസ്റ്റ് ഒന്ന് കൊടുത്തിരിക്കുന്നുള്ളൂ. അതായത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന എസ്എ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നോ ജസ്റ്റ് സെയിം തന്നെ ആണ്. ഒന്ന് വേണമെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഇത് നിങ്ങളുടെ സാമ്പിൾ, അതായത് റീസെൻ്റ് ആയിട്ട് നടന്ന സെക്കൻഡ് സെമസ്റ്റർ ബയോകെമിസ്ട്രി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ 25, അപ്പോൾ നിങ്ങൾക്കറിയാം 25 മാർക്സിനാണ് ബയോകെമിസ്ട്രിയും ന്യൂട്രീഷൻ 50 മാർക്കിനുമാണ് കേട്ടോ. അപ്പോൾ 25 മാർക്കിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് വെച്ചാൽ 4 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് വരുന്നത്. 4 1 വേർഡ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഉണ്ടാവും. കറക്റ്റ് ഓപ്ഷൻ മാത്രം എടുത്തെഴുതുക. നെക്സ്റ്റ് വരുന്നത് ഒരു 3 ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എസ്എ ക്വസ്റ്റ്യൻ ഇവിടെ ഇല്ല നിങ്ങളുടെ പുതിയ സിലബസ് അനുസരിച്ച്. ഇവിടെ 3 ഷോർട്ട് ക്വസ്റ്റ്യൻ എന്ന് വരുന്നത് 15 മാർക്കിന്. ഓക്കെ, 15 മാർക്കിനായിട്ട് 5 മാർക്കിന് വെച്ചിട്ട് 3 5 മാർക്ക് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കും. അത് കഴിഞ്ഞ് 3 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് 3 എണ്ണം, അങ്ങനെ 6 മാർക്ക്, 6 മാർക്ക് 4 മാർക്ക്, ഇപ്പോൾ 10 മാർക്കായി. ഇവിടെ ഒരു 15 മാർക്ക് വരെ 25 മാർക്കിനാണ് നിങ്ങളുടെ ബയോകെമിസ്ട്രി എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി 10 മാർക്കിനല്ല എക്സാം ക്വസ്റ്റ്യൻ വരുന്ന പോകുന്നത്, 5 മാർക്കാണ് നിങ്ങളുടെ ഏറ്റവും കൂടിയ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഈ 10 മാർക്കിന് ചോദിച്ച ഏത് ക്വസ്റ്റ്യന് വേണമെങ്കിലും അതിൻ്റെ ഒരു പാർട്ടാക്കിയിട്ട് 5 മാർക്കിന് ചോദിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, എക്സ്പ്ലെയിൻ ദ റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. നമ്മൾ കണ്ടതല്ലേ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിന് ചോദിക്കുക. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻ ആണിത്. അതുപോലെ കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം പ്രസന്റ് ഇൻ ദ മൗത്ത്. എപ്പോഴാണ് നമ്മളിത് പഠിക്കുന്നത്? ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് പഠിക്കുമ്പോൾ നമ്മളിത് പഠിക്കും, ഈ എൻസൈംസ് ഏതൊക്കെയാണെന്നുള്ളത്. അതുപോലെ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന്, പല ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി കാണും. 10 മാർക്കിനില്ല, ഒരു 5 മാർക്കാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ് കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച്. ഇൻട്രൊഡക്ഷൻ. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നിങ്ങൾ ജസ്റ്റ് ഇതൊന്നും വായിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ കഴിക്കുന്ന അരി, ഗോതമ്പ് അല്ലെ, ഇതിലൊക്കെ പഞ്ചസാര, ഇതിലൊക്കെ എന്താണ് അടങ്ങിയിരിക്കുന്നത്? കാർബോഹൈഡ്രേറ്റ് ആണ്. സ്റ്റാർച്ച് എന്താണ്? കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു കൂട്ടമാണല്ലോ, ഒരു കൂട്ടം കാർബോഹൈഡ്രേറ്റ് ചേർന്നിട്ടാണ് സ്റ്റാർച്ചായി മാറുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഒരുപാട് ആഹാര സാധനങ്ങൾ, ബ്രെഡ്, ധാന്യങ്ങളിലൊക്കെ കൂടുതൽ എന്തുണ്ട്? കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. ഈ ധാന്യങ്ങളാണ് നമുക്ക് എന്ത് തരുന്നത്? എനർജി തരുന്നത് അല്ലേ, നമുക്ക് ശക്തി തരുന്നത്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല, പല ഘടകങ്ങളും, പല മിനറൽസും വിറ്റാമിൻസും ഒക്കെ അതിനകത്തുണ്ട്. അതുപോലെ അതിൽ മെയിൻ സോഴ്സ് എന്ന് പറയുന്നതാണ് എന്താ? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് ആർ മേജർ സോഴ്സസ് ഓഫ് എനർജി ഫ്രം അവർ ഡയറ്റ്. ഓക്കെ, നമ്മുടെ ആഹാരത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ നമുക്ക് എനർജി തരുന്ന, അല്ലെങ്കിൽ എനർജി തരുന്ന പദാർത്ഥങ്ങളിൽ ഏറ്റവും മെയിൻ സോഴ്സാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തൊക്കെ എലമെന്റ്സ്, അതായത് ബയോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള കെമിസ്ട്രിയെ കുറിച്ച് നമ്മൾ എന്ത് അറിയണം അല്ലെ, ജസ്റ്റ് ബേസിക് മാത്രം മതി. അതിന് കൂടുതൽ അതിൻ്റെ ഡയഗ്രാമും അതിൻ്റെ ഐസോമെറിസും അതൊന്നും പഠിക്കേണ്ട കാര്യം, അതൊക്കെ എല്ലാം എന്താ ബയോകെമിസ്ട്രി സ്റ്റുഡൻസിനാണ്, നമുക്കതൊന്നും ചോദിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ എലമെന്റ്സ് ഉണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിനകത്ത് ഏതൊക്കെ എലമെന്റ്സ് ആണുള്ളതെന്ന് ചോദിച്ചാൽ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അതിനൊപ്പം തന്നെ ഈ കാർബോഹൈഡ്രേറ്റ്സിന്റെ മറ്റൊരു പേരിൽ അറിയാറുണ്ട്. എന്താണ് അറിയപ്പെടുന്നത്? സാക്രൈഡ്സ് എന്നാണ് പറയുന്നത്. എന്താണ് സാക്രൈഡ്സ് എന്ന് വെച്ചാൽ വിച്ച് മീൻസ് ഷുഗേഴ്സ്. ഓക്കെ, സാക്രൈഡ്സ് എന്നറിയപ്പെടുന്ന ആരെയാണ്? കാർബോഹൈഡ്രേറ്റിനെയാണ്. കാർബോഹൈഡ്രേറ്റിനകത്ത് എന്തൊക്കെ എലമെന്റ്സ് ആണുള്ളത്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ് ഉള്ളത്. മെയിൻ സോഴ്സ് ഓഫ് എനർജി ആണ്. ഇറ്റ് ഇസ് അതർവൈസ് നോൺ ആസ് സാക്രൈഡ്സ് എന്നാണ്. ഇറ്റ് മീൻസ് ഷുഗർ എന്നാണ് അർത്ഥം. അപ്പം വേർ ഇറ്റ് ഗെറ്റ് പ്രൊഡ്യൂസ്ഡ്, കാർബോഹൈഡ്രേറ്റ് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ചെടികളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാറില്ല. ഇറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫോട്ടോസിന്തസിസ് ഇൻ ദ പ്ലാന്റ്സ്. ഓക്കെ, ചെടികളിൽ പ്രകാശ സംശ്ലേഷണം എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോസിന്തസിസ് എന്ന് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചു. കുഞ്ഞു ക്ലാസ്സിൽ 8, 9, 10 ആ സമയത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോട്ടോസിന്തസിസ്. അതായത് നമ്മുടെ ചെടികളിൽ ആഹാരം പാചകം ചെയ്യുന്ന, സൺലൈറ്റിന്റെ പ്രസൻസിൽ ആഹാരം പാചകം ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്? നമ്മൾ ഫോട്ടോസിന്തസിസ്. ഈ ഇങ്ങനെ ആഹാരം ഫോട്ടോസിന്തസിസിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പദാർത്ഥമാണ് കാർബോഹൈഡ്രേറ്റ്
കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, such as glucose are synthesized in plants from carbon dioxide, water and energy from the sun. എങ്ങനെയാണ് ഈ കാർബോഹൈഡ്രേറ്റ് ചെടിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റ് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡും ചെടി വേരിലൂടെ വലിച്ചെടുക്കുന്ന വെള്ളവും ആ സൺലൈറ്റും സൂര്യപ്രകാശവും അല്ലെ ആ എനർജിയും കൂടി യൂസ് ചെയ്തിട്ടാണ് കാർബോഹൈഡ്രേറ്റ്സ് പ്ലാന്റ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ആർ ഓക്സിഡൈസ്ഡ് ഇൻ ലിവിങ് സെൽസ് ടു പ്രൊഡ്യൂസ് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് എനർജി. ഇത് ചെടിയിൽ ഇത് പ്രൊഡ്യൂസ് കാർബൺ ഡയോക്സൈഡിന്റെയും വാട്ടറിന്റെയും സൺലൈറ്റിന്റെയും പ്രസൻസിൽ കാർബോഹൈഡ്രേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നാൽ ഇത് ലിവിങ് സെൽസിൽ, അതായത് നമ്മുടെ അനിമൽ സെൽസിൽ അല്ലെ ലിവിങ് സെൽസിൽ ഇത് എന്ത് ചെയ്യുന്നു? അത് ഓക്സിഡൈസ് ചെയ്ത് തിരിച്ചത് കാർബൺ ഡയോക്സൈഡും വാട്ടറും എനർജിയുമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ഇറ്റ്സ് എ മേജർ സോഴ്സ് ഓഫ് എനർജി ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ 3 elements, carbon, hydrogen, oxygen, and it is known as saccharides. Our meaning is sugar, and it is produced by photosynthesis in plants, and it is formed by carbon dioxide, water, and energy from the sun. Okay, and it is oxidized in the living cells to produce, oxidize എന്ന് വെച്ചാൽ അത് വേർതിരിയുക അല്ലെ, വേർതിരിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? കാർബൺ ഡയോക്സൈഡും വാട്ടറും എനർജി ആയിട്ട് തിരിച്ച് മാറുന്നു. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് ഇതിന്റെ കുറച്ച് പോയിന്റ്സ്, അതായത് വൺ വേർഡ് ക്വസ്റ്റ്യൻസിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പോയിന്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് ആർ ഷുഗേഴ്സ്. കാർബോഹൈഡ്രേറ്റ്സ് ഷുഗർ ആണ്. പ്രൊവൈഡ് എനർജി വെൻ കൺസ്യൂംഡ്. നമ്മളത് കഴിച്ചു കഴിയുമ്പോൾ, ആ കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് എനർജി കിട്ടുന്നു. അവർ ബോഡീസ് ബ്രേക്ക് ഡൗൺ കാർബോഹൈഡ്രേറ്റ്സ് ടു എക്സ്ട്രാക്ട് എനർജി. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മുടെ ശരീരം തന്നെ അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് അതിൽ നിന്ന് എനർജി ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. ഓക്കെ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ ആർ റിലീസ്ഡ് ഇൻ ദിസ് പ്രോസസ്. അങ്ങനെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നും അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് എന്തുകൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? കാർബൺ ഡയോക്സൈഡും പിന്നെ വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്ലൂക്കോസ് ഈസ് ദ പ്രൈമറി കാർബോഹൈഡ്രേറ്റ് അവർ ബോഡി യൂസ് ടു produce energy. Normally there are different types of carbohydrates, but in our body primarily we use glucose as a energy source. അല്ലെ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. ഓക്കെ, carbohydrates are classified as biomolecules. Simple carbohydrate referred to as simple sugar. Simple ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ സിമ്പിൾ ഷുഗർ എന്നാണ് പറയുന്നത്. എന്നാൽ അത് വളരെ സ്വീറ്റുമാണ്. സിമ്പിൾ ഷുഗേഴ്സ് ആർ ഓഫൺ സ്വീറ്റ് ടു ടേസ്റ്റ്. അതായത് നമ്മുടെ ഷുഗർ, നമ്മുടെ പഞ്ചസാര എന്ന് പറയുന്ന സാധനം അല്ലേ, അതെ ഷുഗർ അല്ലേ, ദാറ്റ് ഈസ് സിമ്പിൾ ഷുഗർ ആൻഡ് ഇറ്റ്സ് വെരി ടേസ്റ്റ് ആൻഡ് സ്വീറ്റ് ടു ടേസ്റ്റ് അല്ലേ. Consumption of more sugar than is needed for energy result conversion of these sugars to fat. Suppose we consume more sugar than our need അല്ലെ, നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഷുഗർ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ പല പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിൽ ഒരു പ്രോസസ്സാണ് എക്സസ് ഷുഗർ വിൽ കൺവേർട്ട് ഇൻ ടു ഫാറ്റ്. അത് ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടും. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, ഈ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റായിട്ടുള്ള ആഹാരങ്ങൾ, ഓയിലി ആയിട്ടുള്ള ഫുഡ്സ് അല്ലെ, ഫാറ്റ് അടങ്ങിയ ആഹാരങ്ങൾ, ഡയറക്റ്റ് ഫാറ്റ് കഴിക്കുന്നത് കൊണ്ടാണ് ഫാറ്റ് ഉണ്ടാകും. അങ്ങനെ മാത്രമാണോ? അല്ല, അരിയാഹാരങ്ങൾ അല്ലെ, കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ അടങ്ങിയ ആഹാരം നമ്മൾ എക്സസ് ആയിട്ട് കഴിച്ചാലും ഇത് എക്സസ് കാർബോഹൈഡ്രേറ്റ് ഇറ്റ് വിൽ കൺവേർട്ട് ഇൻ ടു ഫാറ്റ് ആൻഡ് ഇറ്റ് വിൽ സ്റ്റോർ ഇൻ അവർ ബോഡി. ഓക്കെ, ഇറ്റ് വിൽ കൺവേർട്ട് ഇൻ ടു ഫാറ്റ് ആൻഡ് ഇറ്റ് വിൽ സ്റ്റോർ ഇൻ അവർ body. Okay, this is about simple sugar. Simple sugar is simple carbohydrates. That is known as simple sugar and it is very tasty, sweet. Okay, complex sugar means when it come into complex structure. If there is more molecules of carbohydrates come together, it will known as complex carbohydrate. And it includes examples ഏതൊക്കെയാണ്? Starches, the plant, wood fibers are known as cellulose. Into starches and the plant and wood fibers known as wood fibers നെ എന്താ പറയുന്നത്? cellulose. cellulose starch ഇതൊക്കെ എന്താണ്? കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിൾ ആണ്. അതിന് നമുക്ക് ജസ്റ്റ് കുറച്ച് 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മീൻസ് വൺ വേർഡ് അഡീഷണൽ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറയാം. Carbohydrates are found on the surface of cells where they act as rods. അതായത് നമ്മൾ എല്ലാ സെല്ലിൻ്റെയും സർഫസിൽ വോളുണ്ട് അല്ലേ, സെൽ വോളുണ്ട് അല്ലെ, സെൽ വോളിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്നത്. എന്തിന് സഹായിക്കുന്നു? നമ്മുടെ ഓരോ സെല്ലിൻ്റെയും ബൗണ്ടറി അല്ലെ, റോഡ്
ബൗണ്ടറി നമുക്ക് നിശ്ചയിക്കപ്പെടാൻ മനസ്സിലാക്കാൻ ഈ കാർബോഹൈഡ്രേറ്റിന്റെ പ്രസൻസ് നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, അതുപോലെ നമ്മുടെ അത് എന്താണ് APO ബ്ലഡ് മാർക്കേഴ്സ് ഫൗണ്ട് ഓൺ റെഡ് ബ്ലഡ് സെൽസ് ആർ ഫൗണ്ട് ഓൺ മെയ്ഡ് അപ്പ് ബൈ കാർബോഹൈഡ്രേറ്റ്. നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് ഇല്ലേ, എല്ലാ സെല്ലും എന്ന് പറയുമ്പോൾ റെഡ് ബ്ലഡ് സെൽസും അതിനകത്ത് വരും, അത് നമ്മുടെ ബ്ലഡ് സെൽസും അതിനകത്ത് വരും. അതിൽ RBCയിൽ നമുക്ക് പ്രധാനമായിട്ട് RBCയുടെ ബൗണ്ടറി നമുക്കറിയാൻ എന്തുകൊണ്ട് എങ്ങനെയാണ് സഹായിക്കുന്നത്, നമ്മുടെ ഈ ഒരു കാർബോഹൈഡ്രേറ്റിന്റെ പ്രസൻസ് വെച്ച് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഇൻ അവർ ബോഡി പ്രിവെന്റ് ബ്ലഡ് ക്ലോട്ട്സ്. ഓക്കെ, അതുപോലെ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ, നമ്മുടെ ബ്ലഡ് കട്ട പിടിക്കുന്നത് തടയാനും കാർബോഹൈഡ്രേറ്റ് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ DNA അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ഇതിലും എന്ത് കാണപ്പെടുന്നുണ്ടോ, നമ്മുടെ കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്നു. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണാം കാർബോഹൈഡ്രേറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിന് അല്ലേ. കാർബോഹൈഡ്രേറ്റ്സ് ഫൗണ്ട് ഇൻ ഓൾ സെൽസ് including blood cells, genetic materials, everywhere carbohydrate is needed, and it is a main source for energy in our body. Okay, the carbohydrates also combined with the lipids. ഈ കാർബോഹൈഡ്രേറ്റ്സ് സിമ്പിൾ ആയിട്ട് കാർബോഹൈഡ്രേറ്റ്സ് മാത്രമായിട്ടല്ല കാണപ്പെടുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് എന്ത് ചെയ്യുന്നു, കാർബോഹൈഡ്രേറ്റ്സ് പ്ലസ് ലിപ്പിഡ് ചേർന്ന് കഴിഞ്ഞാൽ അതെന്ത് ഫോം ചെയ്യുന്നു, ഗ്ലൈക്കോലിപ്പിഡ്സ്. അതായത് നിങ്ങൾക്ക് ഇതൊക്കെ അടുത്ത സെമസ്റ്ററൊക്കെ നിങ്ങൾ ഒരുപാട് അടുത്ത് ഗ്ലൈക്കോലിപ്പിഡ്സിനെ കുറിച്ചൊക്കെ പഠിക്കും. ആ ഗ്ലൈക്കോലിപ്പിഡ്സ് ഒക്കെ ഫോം ചെയ്യുന്നത്, ഗ്ലൈക്കോ എന്നർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്നർത്ഥം, പ്ലസ് ലിപ്പിഡ്സ്. സോ ഗ്ലൈക്കോ ലിപ്പിഡ്സ് ഫോം ചെയ്യുന്നു. ദ സെയിം വേ വിത്ത് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ് വിത്ത് പ്രോട്ടീൻ ഇറ്റ് വിൽ ഫോം glycoprotein. When carbohydrate combined with a lipid, it will form glycolipid. When carbohydrate combined with a protein, it will form glycoprotein. Okay, next is important and 5-mark question, functions of carbohydrate. അതായത് കാർബോഹൈഡ്രേറ്റ് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അത് നമ്മൾ ജസ്റ്റ് പാരഗ്രാഫ് വൈസ് പറഞ്ഞു. ഹിയർ വി ആർ ഗോയിങ് ടു സീ ഇൻ എ പോയിന്റ് വൈസ്. ജസ്റ്റ് ഫങ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് 5 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ എഴുതണം എന്നുള്ള കാര്യം എന്നോട് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് പാർട്ടിസിപ്പേറ്റ് വൈഡ് റേഞ്ച് ഓഫ് ഫങ്ഷൻസ്. ആൻഡ് സോ ഫസ്റ്റ് വൺ ഈസ് ദർ ആർ ദ മോസ്റ്റ് അബൻഡന്റ് ഡയറ്ററി സോഴ്സ് ഓഫ് എനർജി. നമ്മുടെ ശരീരത്തിൻ്റെ മാത്രമല്ല എല്ലാ ഓർഗാനിസംസിൻ്റെയും മോസ്റ്റ് അബൻഡന്റ് ഡയറ്ററി സോഴ്സ് ഓഫ് എനർജി. നമുക്ക് എനർജി തന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ആരാണ്, കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാരണം ഒരു ഗ്രാം കാർബോഹൈഡ്രേറ്റ് മെറ്റബോളൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4 കലോറി ഊർജ്ജമാണ് കിട്ടുന്നത്. 4 കലോറി ഊർജ്ജം. ഇതൊരു ഒൺവേർഡ് ക്വസ്റ്റ്യനും കൂടെയാണ്. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് മെറ്റബോളൈസ് ചെയ്യുമ്പോൾ ഹൗ മെനി കലോറീസ് വിൽ ഗെറ്റ് എന്ന് ചോദിച്ചാൽ 4 കലോറി ഊർജ്ജമാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സ് ആർ പ്രിക്കഴ്സർ ഫോർ മെനി ഓർഗാനിക് കോമ്പൗണ്ട്. പ്രിക്കഴ്സേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതായത് നമ്മൾ വീട് വെക്കുമ്പോൾ അതിലെ ഓരോ ചുടുകട്ട അല്ലെ ബിൽഡിംഗ് ബ്ലോക്സ്, അതുപോലെ തന്നെയാണ് ഈ പ്രിക്കഴ്സർ എന്ന് പറയുന്നത്. അതായത് ഓരോ കോമ്പൗണ്ടും മെനി ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ, അതായത് ഫാറ്റ്, അമിനോ ആസിഡ് ഇതുപോലെയുള്ള മറ്റു പല കെമിക്കൽ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെയും ബിൽഡിംഗ് ബ്ലോക്ക് അല്ലെങ്കിൽ പ്രിക്കഴ്സർ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റും കൂടെ അതിലൊരു മെയിൻ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് മെറ്റീരിയലാണ്. ഓക്കെ, അതിനകത്തുള്ളൊരു ഘടകമാണ്. അതും സെക്കൻഡ് ഫംഗ്ഷനാണ്. ദ തേർഡ് ഫംഗ്ഷൻ, കാർബോഹൈഡ്രേറ്റ് ആസ് ഗ്ലൈക്കോപ്രോട്ടീൻ ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ്. അതായത് നമ്മൾ ഞാൻ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീനുമായിട്ട് ചേർന്നാൽ ഗ്ലൈക്കോപ്രോട്ടീൻ എന്നായി മാറും, കാർബോഹൈഡ്രേറ്റ് ലിപ്പിഡുമായിട്ട് ചേർന്നാൽ ഗ്ലൈക്കോലിപ്പിഡായിട്ട് മാറുന്നു. ദീസ് കാർബോപ്രോട്ടീൻസ് ആസ് ഗ്ലൈക്കോപ്രോട്ടീൻ ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ സ്ട്രക്ചർ ഓഫ് സെൽ മെംബ്രെയിൻ. അതായത് ഞാൻ പറഞ്ഞു നമ്മുടെ സെല്ലുകൾ, ഓരോ സെല്ലിൻ്റെയും മെംബ്രെയിനിൽ ആരുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അത് ഏത് ഫോമിലാണ് അവിടെ കാണപ്പെടുന്നത്, ഗ്ലൈക്കോപ്രോട്ടീൻ ഗ്ലൈക്കോലിപ്പിഡ്സ് എന്നുള്ള ഫോമിൽ അവിടെ സെൽ മെംബ്രെയിനിൽ കാണപ്പെടുന്നു. എല്ലാ സെല്ലിൻ്റെയും സെൽ മെംബ്രെയിൻ നിങ്ങൾ മൊസൈക്ക് മോഡൽ എന്നൊക്കെ പറഞ്ഞ്, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ, സെൽ വാളിൻ്റെ ഒക്കെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ അവിടെ ഈ ഒരു സ്ട്രക്ചർ വരുന്നതിന് സഹായിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ഈ ഫോമിലുള്ളത് കൊണ്ടാണ്. അതുപോലെ സെല്ലുലാർ ഫങ്ഷൻസ്, സെൽ ഗ്രോത്തിന് സഹായിക്കുന്നു, സെൽ അഡ്ഹീഷന് സഹായിക്കുന്നു, ഫെർട്ടിലൈസേഷന് സഹായിക്കും. ഇതിനെല്ലാത്തിനും ആര് വേണം, കാർബോഹൈഡ്രേറ്റ്സ് വേണം. ഏത് ഫോമിലാണ് സഹായിക്കുന്നത്, ഗ്ലൈക്കോപ്രോട്ടീനും ഗ്ലൈക്കോലിപ്പിഡ്സ് എന്നുള്ള ഫോമിൽ ഈ എല്ലാ ഫങ്ഷൻസിനും സഹായിക്കുന്നു. Okay, and the next function, there are structural components of many organisms. Example, പ്ലാന്റിലെ
ഫൈബർ എന്ന ഫോമിൽ അല്ലെങ്കിൽ സെല്ലുലോസ് എന്നുള്ള ഫോമിൽ നമ്മുടെ പ്ലാന്റിന്റെ സ്ട്രക്ചറായിട്ടും അതുപോലെ ചില ഇൻസെക്ട്സുകളുടെ എക്സോസ്കെൽട്ടൺ ആയിട്ടും പിന്നെ മൈക്രോ ഓർഗാനിസംസിന്റെ സെൽ വോൾ ആയിട്ടും എല്ലാത്തിലും ഒരു സ്ട്രക്ചറൽ കമ്പോണന്റ് ആയിട്ട് ആര് കാണപ്പെടുന്നു? കാർബോഹൈഡ്രേറ്റ്സ് കാണപ്പെടുന്നു. നെക്സ്റ്റ്, അതുപോലെ നമ്മുടെ ശരീരത്തിൽ, മനുഷ്യരുടെ ശരീരത്തിൽ, എല്ലാ ലിവിങ് ഓർഗാനിസംസിന്റെ ശരീരത്തിലും എനർജി സോഴ്സ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്നത്. അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നത്? ഇറ്റ് വിൽ കൺവേർട്ട് ഇൻ ടു ഗ്ലൈക്കോജൻ. നമ്മൾ പാൻക്രിയാസ് പഠിച്ച സമയത്ത് അവിടെ 2 ഹോർമോൺസിനെ കുറിച്ച് അല്ലെ, 2 സെക്രീഷൻസ് ഉണ്ട്, ഇൻസുലിനെ കുറിച്ചൊക്കെ പഠിച്ചില്ലേ? അപ്പൊ ആ സമയത്ത് നമ്മൾ പഠിച്ചതാണ് അല്ലെ, എന്താണ് കാർബോഹൈഡ്രേറ്റ് ഈ ഹോർമോൺസിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഇത് കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജനായി മസിലിലും ലിവറിലും ഒക്കെ സ്റ്റോർ ചെയ്യപ്പെടുന്നു. എന്തിനു വേണ്ടിയിട്ട്? വെൻ വി നീഡ് എക്സ്ട്രാ എനർജി ദിസ് ഗ്ലൈക്കോജൻ വിൽ കൺവേർട്ട് ഇൻ ടു glucose. Okay, bloodilula excess glucose will convert into glycogen and it will get stored in the muscles and liver. Okay, and when we need extra energy, this glycogen will convert into glucose and it will release in the blood for use. അങ്ങനെ ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യും? These are important functions of carbohydrates. Okay, understood? നിങ്ങൾ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക, വീഡിയോ പോസ് ചെയ്യുക, വായിച്ചു നോക്കാം. വീഡിയോ വലുതാണെന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ട് യാതൊരു വിധ ഗുണവുമില്ല. ജസ്റ്റ് പോസ് ചെയ്യുക, ഇത് വായിച്ചുകൂടെ ഒന്ന് നോക്കുക, യു വിൽ ഗെറ്റ് ഐഡിയ. ഓക്കെ, നെക്സ്റ്റ്, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാട്ടാണ്. 1-2 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അപ്പം 10 മാർക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, 5 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് 10 മാർക്ക് ഇല്ല എങ്കിലും ഡയറക്ട്ലി നെയ്മേ ആസ്ക് ഫോർ 5 മാർക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ കുട്ടികൾ ഈ ബയോകെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കാണുമ്പോൾ അയ്യോ ഇതിനകത്ത് എന്തൊക്കെയാണ് കെമിക്കൽ ഫോർമുലാസും ഒക്കെ വരച്ചിട്ടിട്ടുണ്ട് അല്ലേ, അപ്പോൾ അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അത്രയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് വരുന്നില്ല. ബയോകെമിസ്ട്രി സ്റ്റുഡൻസ് ആണെങ്കിൽ ഇറ്റ് ഈസ് നീഡഡ്, ബട്ട് ഫോർ നഴ്സിംഗ് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ required one. Okay, first next നമുക്ക് carbohydrates നോക്കാം. Carbohydrates mainly divided into 4 types. What are they? First one is monosaccharides, second one is disaccharides, third one is oligosaccharides, and the fourth one is polysaccharides. What is meant by monosaccharides? Monosaccharides means mono means one, like saccharides means sugar, only one sugar molecule എന്നുള്ള അർത്ഥമാണ്. What is meant by monosaccharides? It contains only one sugar molecule, so it is known as monosaccharides. Are the simplest carbohydrates. Monosaccharides means these are the simplest carbohydrates. They cannot be broken down to smaller carbohydrates. It cannot be broken down into smaller carbohydrates. ഒരു monosaccharides മാത്രമുള്ളപ്പോൾ, ഒരു ഷുഗർ മോളിക്യൂൾ മാത്രമുള്ളപ്പോൾ അതിന് വീണ്ടും ഷുഗർ മോളിക്യൂളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. So it is known as monosaccharides. What is meant by disaccharides? Disaccharides consist of 2. Di means 2 monosaccharides. 2 monosaccharide units join ചെയ്യുമ്പോഴാണ് what will get disaccharides. They can be split into 2 monosaccharides. When 2 monosaccharide units come together or join together, it is known as disaccharide and it can be split into 2 monosaccharides. 2 monosaccharides ചേരുന്നതാണ് ഡൈസാക്രൈഡ്സ്. അപ്പോൾ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് തിരിച്ചത് 2 മോണോസാക്രൈഡ് ആക്കി മാറ്റാനും പറ്റും. എക്സാമ്പിൾ, സുക്രോസ് ടേബിൾ ഷുഗർ, നമ്മുടെ യൂസ് ചെയ്യുന്ന ടേബിൾ ഷുഗർ ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഓക്കെ, ഈ ടേബിൾ ഷുഗറിനെ എന്തായിട്ട് ഡിവൈഡ് ചെയ്യാം? നമുക്കതിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ ആയിട്ട് മാറ്റാം. ഗ്ലൂക്കോസും ഫ്രക്ടോസും ചേരുമ്പോഴാണ് എന്ത് പറയുന്നത്? സുക്രോസ് എന്ന് പറയുന്നത്. സുക്രോസ് എന്ന് പറയാം. ഇത് ഓർത്തിരിക്കുക, ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് ഓൾസോ അനദർ ഷുഗർ മോളിക്യൂൾ ഫോം സുക്രോസ്. ഇതൊക്കെ നമ്മൾ മുന്നേ കേട്ടിട്ടുള്ള വേർഡ്സ് ആണ്, അൺഫെമിലിയർ അല്ല, ഇസ് ഫെമിലിയർ വേർഡ്സ്. ഓക്കെ, don't think like a new world. Okay, these all words we studied in our school days also. Sucrose, fructose, maltose, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ ഗ്ലൂക്കോസിന്റെ ഒരു മോളിക്യൂളും ഫ്രക്ടോസിന്റെ ഒരു മോളിക്യൂളും ചേർന്ന് കഴിഞ്ഞാൽ എന്താണ്? സുക്രോസ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ടേബിൾ ഷുഗർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് an example for disaccharide and it can be divided into 2 monosaccharides. Then what is meant by oligosaccharides? Same like a mono and disaccharides. We can study oligosaccharides also. Oligosaccharides means not 3.
Okay. Oligosaccharides contain anywhere from 3 to 9 3 ഷുഗർ മോളിക്യൂളോ 4 ഷുഗർ മോളിക്യൂളോ 5 ഷുഗർ മോളിക്യൂളോ 6 ഷുഗർ മോളിക്യൂൾ 7 ഷുഗർ മോളിക്യൂൾ 8 ഷുഗർ മോളിക്യൂൾ 9 ഷുഗർ മോളിക്യൂൾ ഇതിൽ ഏത് കോമ്പിനേഷൻ ആയാലും അത്തരത്തിലുള്ള കോമ്പൗണ്ടിന് കാർബോഹൈഡ്രേറ്റ് എന്താ പറയുന്നത് ഒലിഗോസാക്രൈഡ്സ് എന്ന് പറയുന്നത് ഒലിഗോസാക്രൈഡ്സ് മീൻ anywhere it contain anywhere from 3 to 9 monosaccharide unit 3 മോണോസാക്രൈഡ് യൂണിറ്റ് ചേർന്നാലും ഒലിഗോസാക്രൈഡ് ആണ് 9 അതായത് 4 5 6 7 8 9 9 വരെയുള്ള മോണോസാക്രൈഡ്സുകൾ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അതിനെന്ത് പറയുന്നു ഒലിഗോസാക്രൈഡ്സ് എന്നാണ് പറയുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ഒലിഗോസാക്രൈഡ്സ് ഇറ്റ് കണ്ടെയ്ൻ ഒലിഗോസാക്രൈഡ്സ് then what is meant by polysaccharides poly means it's more than or 10 or more than 10 okay 10 or more than 10 monosaccharides when it comes together it is known as polysaccharides large molecules contain 10 or more monosaccharide units then it's known as polysaccharides carbohydrate units are connected in one continuous chain or it can be branched ഓക്കെ അതായത് ഈ ഒരു ഷുഗർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി ചേർന്ന് കാണപ്പെടാം അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രാഞ്ച്ഡായിട്ടും ഇങ്ങനെ ബ്രാഞ്ച്ഡായിട്ടും ഒക്കെ കാണപ്പെടാം ഓക്കെ അതാണ് പോളിസാക്രൈഡ്സിനെ കുറിച്ച് പറയുന്നത് മോണോസാക്രൈഡ്സ് ഡൈസാക്രൈഡ്സ് ഒലിഗോസാക്രൈഡ്സ് പോളിസാക്രൈഡ്സ് പോളിസാക്രൈഡ് എന്ന് പറയുമ്പോൾ എന്താണ് 10 അതിൽ കൂടുതലോ മോണോസാക്രൈഡ്സ് ജോയിൻ ചെയ്യുന്നതിനാണ് പോളിസാക്രൈഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ കണ്ടിന്യൂസ് ചെയിൻ ആയിരിക്കാം ചിലപ്പോൾ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള രീതിയിലും ആയിരിക്കാം ഓക്കെ ഇനി നമുക്ക് ഈ ഓരോ മോണോസാക്രൈഡ് ഡൈസാക്രൈഡ്സിനൊക്കെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് നോക്കാം അത് നമ്മൾക്ക് ഇതിപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ എഴുതണമെന്നില്ല ജസ്റ്റ് എഴുതുമ്പോൾ മോണോസാക്രൈഡിൻ്റെ അവിടെ തന്നെ താഴെയായിട്ട് ഇത് കൂടെ ജസ്റ്റ് എഴുതിയാലും മതി ഓക്കെ monosaccharide means already we explained it contain only one sugar unit or only one molecule of carbohydrate okay and important single sugar are examples ഏതൊക്കെയാണ് glucose fructose galactose glucose fructose galactose ഇപ്പോൾ തന്നെ പഠിച്ചോളുക examples for monosaccharides is glucose fructose ഗാലക്ടോസ് ഈ ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു പേര് കൂടി പറയുന്നത് ഡെക്സ്ട്രോസ് എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട് ഇറ്റ് ഗീവ്സ് എനർജി ഫോർ ബോഡി ആക്ടിവിറ്റി ആൻഡ് ഇറ്റ് ഈസ് എ പ്രൈമറി ഫ്യൂവൽ ഫോർ സെൽ ഗ്ലൂക്കോസ് ഈസ് ദ പ്രൈമറി ഫ്യൂവൽ എന്ന് വെച്ചാൽ എന്താ ഇന്ധനം അല്ലെ നമുക്ക് എനർജി തരുന്നത് സെല്ലിന് എനർജി തരുന്ന പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ആൻഡ് യൂഷ്വലി നോട്ട് ഫൗണ്ട് ഇൻ ഡയറ്റിൽ കാണപ്പെടത്തില്ല പക്ഷെ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് പ്രൊഡ്യൂസ് ഫ്രം സ്റ്റാർച്ച് നമ്മൾ സ്റ്റാർച്ചിലാണ് കഴിക്കുന്നത് അത് പിന്നെ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആയി നമ്മുടെ ശരീരത്തിൽ വരും അങ്ങനെ നമ്മുടെ സെല്ലുകൾ യൂസ് ചെയ്യും ഓക്കെ അടുത്ത ഫ്രക്ടോസ് നമ്മൾ പറഞ്ഞ മറ്റൊരു എക്സാമ്പിളാണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഈ ഫ്രക്ടോസ് എവിടെയാണ് കാണപ്പെടുന്നത് ഫ്രൂട്ടില് തേനില് ഹണിയില് ആൻഡ് സ്വീറ്റസ്റ്റ് ഓഫ് സിമ്പിൾ ഷുഗറിൽ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ളതിന് ഫ്രക്ടോസ് അതുകൊണ്ടാണ് അത് അതിൽ കാണപ്പെടുന്നത് ഫ്രൂട്ട്സിലും ഹണിയിലും കാണപ്പെടുന്നത് സോഫ്റ്റ് ഡ്രിങ്ക് റെഡി ടു യൂസ് സെറിയൽസ് ഡെസേർട്ട് അല്ലേ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫ്രക്ടോസ് നമുക്ക് ഫ്രൂട്ടിൻ്റെ ആഹാരത്തിൽ സെറിയൽസിൽ മീൻസ് ഡെസേർട്ടിലൊക്കെ ചേർത്ത് എടുക്കാവുന്നതാണ് അതാണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഇനി ഗാലക്ടോസ് എന്ന് പറയുന്നത് ദിസ് ഇസ് ഓൾസോ മോണോസാക്രൈഡ് ഓൺലി ബട്ട് ഇസ് എ മിൽക്ക് ഷുഗർ പാലിലുള്ളതാണ് ഗാലക്ടോസ് എന്ന് പറയുന്നത് ഗാലക്ടോസ് എവിടെയാണ് കിട്ടുക മിൽക്കിൽ കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ഗാലക്ടോസ് എന്ന് പറയുന്നത് മിൽക്ക് ഷുഗർ എന്നാണ് അറിയപ്പെടുന്നത് മിൽക്കിൽ നമ്മൾ അടുത്ത് ആഡ് ചെയ്യുന്ന ഷുഗർ അല്ല മിൽക്ക് ഇറ്റ് സെൽഫ് ഇറ്റ്സ് ഹാവിങ് ഷുഗർ ദാറ്റ് ഈസ് നോൺ എസ് ഗാലക്ടോസ് ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നുകൂടി എക്സാമ്പിൾസ് പറയാം ഏതൊക്കെയാണ് ഗ്ലൂക്കോസ് ഉണ്ട് ഫ്രക്ടോസ് ഉണ്ട് ഗാലക്ടോസ് ഉണ്ട് ഇനി അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് അഡീഷണലി പോയിന്റ്സ് ആണ് ഇഫ് യു വോണ്ട് ടു റൈറ്റ് യു ക്യാൻ റൈറ്റ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇത്രയൊന്നും എഴുതേണ്ടി വരത്തില്ല മോണോസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് മോണോസാക്രൈഡ്സ് എന്താണെന്ന് എഴുതുക അതിന് എക്സാമ്പിൾസ് കൊടുക്കുക വേർ ഇറ്റ് ഫൗണ്ട് ഗാലക്ടോസ് ഫൗണ്ട് ഇൻ മിൽക്ക് ഷുഗർ ഫ്രക്ടോസ് ഫൗണ്ട് ഇൻ ഹണി ആൻഡ് ഫ്രൂട്ട്സ് ഗ്ലൂക്കോസ് ഫൗണ്ട് ഇൻ സ്റ്റാർച്ച് അല്ല അവർ സെറിയൽസ് അവർ നട്ട്സ് അതിലൊക്കെ കാണപ്പെടുന്നത് ഗ്ലൂക്കോസ് ആണ് some important points for monosaccharides. Glucose is the most abundant monosaccharide found in nature. പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സിമ്പിൾ ഷുഗർ ആണ് ഗ്ലൂക്കോസ് അതിനെന്താണ് മറ്റു പേരുകൾ അറിയപ്പെടുന്നത് ഡെക്സ്ട്രോസ് എന്നറിയപ്പെടുന്നുണ്ട് ബ്ലഡ് ഷുഗർ എന്ന നിലയിൽ അറിയപ്പെടുന്നുണ്ട് ഗ്രേപ്പ് ഷുഗർ ഇങ്ങനെ പല രീതിയിലുള്ള പല ഫോമുകളിൽ കാണപ്പെടുന്നു ഗ്ലൂക്കോസ് ഈസ് ബ്രോക്കൺ ഡൗൺ in cells to produce
എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കോസിന്. പിന്നെ അതാണ് നമ്മൾ സൈക്കിളായിട്ട് പഠിക്കാൻ പോകുന്നത്. അടുത്ത നെക്സ്റ്റ്, ഡയബറ്റിക്സ് ഹാവ് ഡിഫിക്കൽട്ടി glucose in their cells, which is why they must monitor their blood glucose level regularly. അതായത് ഷുഗർ ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നാച്ചുറലി ഈ ഷുഗർ, നമ്മുടെ ബ്ലഡിലുള്ള ഈ ഷുഗർ നാച്ചുറലി അവിടെ എങ്ങോട്ട് എത്തണം? നമ്മുടെ സെല്ലുകൾക്കുള്ളിലോട്ട് എത്തി അവിടെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഈ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് അത് സെല്ലുകൾക്കുള്ളിലോട്ട് പോകാതെ വരുമ്പോഴാണ് അവരുടെ ബ്ലഡിലുള്ള ഷുഗറിന്റെ ലെവൽ കൂടി അവർ ഡയബറ്റിക് ആയി മാറുന്നത്. ജസ്റ്റ് അവിടെ മെൻഷൻ ചെയ്തു എന്നുള്ളൂ, ഇവിടെ അതിന്റെ ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻസ് ചെയ്യുമ്പോൾ അതവിടെ പറയാം. നെക്സ്റ്റ്, galactose found in combined with the glucose in the disaccharide lactose, which is present in milk and other dairy products. പാലും പാലുൽപ്പന്നങ്ങളിലും കാണപ്പെടുന്നതാണ് ഗാലക്ടോസ്. അതുപോലെ മെന്നോസ് എന്ന് പറയുന്ന ഒരു മോണോസാക്രൈഡ് ഉണ്ട്. അത് ചില ഫ്രൂട്ട്സുകളിലും വെജിറ്റബിൾസിലും കാണപ്പെടുന്ന ഒരു ഷുഗറാണ് മെന്നോസ് എന്ന് പറയുന്നത്. Cranberries contain high amount of mannose, which has been shown to be effective in urinary tract infections. like cranberries ഉള്ള mannose എന്നുള്ള ഈ ഒരു മോണോസാക്കറൈഡ് വളരെ യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ്, ഫ്രക്ടോസ് കോമൺലി ഫ്രൂട്ട് ഷുഗർ അല്ലെ, അല്ലെങ്കിൽ ലെവുലോസ് എന്നാണ് അറിയപ്പെടുന്നത്. ഫ്രക്ടോസ് ഈസ് കമ്പൈൻഡ് വിത്ത് ഗ്ലൂക്കോസ് ടു ഫോം സുക്രോസ് അല്ലെ. ഫ്രക്ടോസും ഗ്ലൂക്കോസും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ടേബിൾ ഷുഗർ ആയിട്ട് സുക്രോസ് ഫോം ചെയ്യുന്നത്. Fructose is the sweetest monosaccharide and found in fruits, vegetables and honey. It can be broken down for energy in the body. ബോഡിയിലുള്ള എനർജി യൂസിന് വേണ്ടിയിട്ട് ബ്രോക്കൺ ചെയ്ത് യൂസ് ചെയ്യാം. ഇനി അപ്പോൾ ഈ ബെനഡിക്ട് ടെസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുള്ളത്, നമ്മളത് അല്ലാതെ പഠിക്കും ബെനഡിക്ട് ടെസ്റ്റ് എന്താണെന്ന്. ചിലപ്പോൾ വേണമെങ്കിൽ 5 മാർക്കിനോ 2 മാർക്കിനോ ബെനഡിക്ട് ടെസ്റ്റ് ഓക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ഇറ്റ്സ് എ യൂസ്ഫുൾ ടെസ്റ്റ് ടു ഡിറ്റർമിൻ പ്രസൻസ് ഓഫ് ഓക്സിഡേഷൻ റിയാക്ഷൻ ദാറ്റ് അക്കേഴ്സ് വിത്ത് ഷുഗറിന്റെ പ്രസൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് ബെനഡിക്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഫണ്ടമെന്റൽസിൽ പഠിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഇറ്റ്സ് ഫൈൻഡിങ് ദ പ്രസൻസ് ഓഫ് ഷുഗർ ഇൻ യൂറിൻ. Benedict test can be used in urine dipstick to determine the level of glucose in urine. Excess glucose in urine suggests high levels of glucose in blood, which is an indicator of diabetes. അത് പേഷ്യൻ്റ് ഷുഗർ ഉണ്ടോ എന്നറിയാൻ വേണ്ടി യൂറിൻ എടുത്ത് അതിൽ ബെനഡിക്ട് സൊല്യൂഷൻ മിക്സ് ചെയ്ത് എന്ത് ചെയ്യുന്നു, അതിൽ കളർ ചേഞ്ച് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. അപ്പം ഇവിടെ ഈ ബ്ലൂ കളർ തന്നെയാണ്, ഇവിടെ സൊല്യൂഷൻ ബ്ലൂ കളറിലാണ്. അവിടെ കളർ ചേഞ്ച് ഒന്നും സംഭവിച്ചില്ല എങ്കിൽ there is no sugar, no presence of sugar means blue color will be there, and if it is red means there is a presence of sugar level ഉണ്ട്, യൂറിനിൽ ഷുഗർ ഉണ്ടെന്ന്. അപ്പോൾ യൂറിനിലെ ഷുഗറിന്റെ അളവ് കൂടുതലാണെങ്കിൽ ഇത് ഇൻഡിക്കേറ്റിംഗ് that particular person having diabetes or ഇൻക്രീസ്ഡ് ബ്ലഡ് ഷുഗർ, ബ്ലഡിലുള്ള ഷുഗറും കൂടുതലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ് ബെനഡിക്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കല്ലാതെ ഫണ്ടമെന്റൽസിൽ പഠിക്കാം. നെക്സ്റ്റ്, ഇതിൻ്റെ മോണോസാക്രൈഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ഇത്രയും ഒന്നും നിങ്ങൾ 5 മാർക്കിന് എഴുതണ്ട, പക്ഷെ നമ്മൾ ഇത്രയും പറയുമ്പോഴാണ് നിങ്ങൾ കുറച്ചെങ്കിലും ഒന്ന് എഴുതുക അല്ലെ. അതുകൊണ്ട് ജസ്റ്റ് പറയുന്നുള്ളൂ. ആസ് സിമ്പിൾ സിംഗിൾ ഷുഗർ, മോണോസാക്രൈഡ്സ് സിമ്പിൾ സിംഗിൾ ഷുഗർ ആണ്. ആൻഡ് നോ ഡൈജഷൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ്ലി അത് ഇൻഡസ്റ്റൈനിൽ അബ്സോർബ് ചെയ്ത് ബ്ലഡിലെത്തി ലിവറിൽ അത് ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യും. അതായത് അവിടെ വീണ്ടും ഡിവൈഡ് ചെയ്തതിൻ്റെ കാര്യമില്ല. മോണോസാക്രൈഡ് എന്ന് സിമ്പിളും ഡയറക്റ്റ്ലി അബ്സോർബ് ചെയ്ത് ബ്ലഡിലെത്തി, ബ്ലഡിൽ നിന്ന് അത് ലിവറിൽ അത് ഗ്ലൈക്കോജൻ എക്സസ് ഷുഗർ ആണെങ്കിൽ അത് ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അത്രയാണ് മോണോസാക്രൈഡ്സ് പറയാനുള്ളത്. ഇനി ഡൈസാക്രൈഡ്സ്. എന്താണ് ഡൈസാക്രൈഡ്സ്? It contains 2 monosaccharide units joined together and it can be split into 2 monosaccharides. Understood? What are the examples for disaccharides? നമ്മൾ monosaccharides പറയുമ്പോൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് പറഞ്ഞല്ലേ മോണോസാക്രൈഡ്സിന് എക്സാമ്പിൾ. Disaccharides means maltose, lactose, sucrose. Maltose, lactose, sucrose are examples for disaccharides. Because these sugars are formed by
2 molecules of monosaccharides. 2 molecules monosaccharides ചേർന്നിട്ടാണ് ഈ ഡൈസാക്രൈഡ്സ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സാം ഒരു ക്വസ്റ്റ്യൻ അത് പറയുകയാണ്, ഫൈൻഡ് ഔട്ട് ദ എക്സാമ്പിൾസ് ഫോർ ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷനിൽ മാൾട്ടോസോ ലാക്ടോസോ സുക്രോസോ ഉണ്ടെങ്കിൽ വി ക്യാൻ ഐഡന്റിഫൈ ദിസ് ആസ് എ ഡൈസാക്രൈഡ്. ഇനി ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് കണ്ടെയ്ൻ ഡബിൾ ഷുഗർ, 2 സിംഗിൾ ഷുഗർ ചേർന്നിട്ടുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് സുക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ്. സുക്രോസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചേർന്നിട്ടാണ് സുക്രോസ് ഫോം ചെയ്തിരിക്കുന്നത്? നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഗ്ലൂക്കോസും ഫ്രക്ടോസും ചേർന്നതാണ് സുക്രോസ് എന്ന് പറയുന്നത്. സുക്രോസ് ഏതിലൊക്കെ കാണപ്പെടുന്നു? നമ്മുടെ ഷുഗർ, ബ്രൗൺ ഷുഗർ, ഷുഗർ കെയിന്, ഷുഗർ ബീറ്റ്, ഇതിലൊക്കെ കാണപ്പെടുന്ന സുക്രോസ് ആണ്. അതിനകത്ത് അത് ഡൈസാക്രൈഡിന് എക്സാമ്പിൾ ആണ്. ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളും ഒരു ഫ്രക്ടോസ് മോളിക്യൂളും ചേർന്നിട്ടുണ്ടായ സുക്രോസ്. ഓക്കെ, ഡൈസാക്രൈഡ് ആണ് അതിനകത്ത് കാണപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് ലാക്ടോസ് പറഞ്ഞത്. ലാക്ടോസ് ഓക്കെ, നമ്മൾ ലാക്ടോസ് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ ചേർന്നിട്ട് ഉണ്ടായതാണ്? ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളും ഒരു ഗാലക്ടോസ് മോളിക്യൂളും. ഓക്കെ, ഒരു ഗ്ലൂക്കോസും ഒരു ഗാലക്ടോസും, നമ്മുടെ മിൽക്ക് ഷുഗറിൽ കാണപ്പെടുന്ന ഗാലക്ടോസും ചേർന്നിട്ട് ആണ് എന്ത് ഫോം ചെയ്യുന്നത്? ലാക്ടോസ് ഫോം ചെയ്തിരിക്കുന്നത്. അത് ഡൈസാക്രൈഡ് ആണ്. ഇറ്റ് ഫൗണ്ട് ഇൻ മിൽക്ക് ഷുഗറിൽ കാണപ്പെടുന്നു. ലാക്ടോസ് ഈസ് ലെസ് സോല്യൂബിൾ, ലെസ് സ്വീറ്റ് ദാൻ സുക്രോസ് പോലെയുള്ള, സുക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന ഷുഗർ, പക്ഷേ പാലിലുള്ളത് ലാക്ടോസ് എന്ന് പറയുന്നത് ലെസ് സോല്യൂബിൾ, പെട്ടെന്ന് അലിയുന്നതല്ല, പക്ഷെ അതുപോലെ തന്നെ മധുരവും കുറവാണ്. നെക്സ്റ്റ് തേർഡ് എക്സാമ്പിൾ ഫോർ ഡൈസാക്രൈഡ് ദാറ്റ് ഈസ് മാൾട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 ഗ്ലൂക്കോസ് മോളിക്യൂൾസ് സെയിം ആയിട്ടുള്ള ഒരുപോലത്തെ 2 ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ചേർന്നിട്ടാണ് മാൾട്ടോസ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഷുഗർ ആൽക്കഹോൾസ് സച്ച് ആസ് സോർബിറ്റോൾ യൂസ്ഡ് ഇൻ കാൻഡീസ്, ബിവറേജസ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? മാൾട്ടോസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, മാൾട്ടോസിന് എക്സാമ്പിൾ ആണ്. മാൾട്ടോസ് കണ്ടെയ്ൻ 2 ഗ്ലൂക്കോസ് മോളിക്യൂൾ. വേണമെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ചിലപ്പോൾ വളരെ റേറ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഇമ്പോർട്ടൻസ് നോക്കാം. മാൾട്ടോസ് എന്ന് പറഞ്ഞാൽ അതിനെ മാൾട്ട് ഷുഗർ എന്നാണ് അറിയപ്പെടുന്നത്. മാൾട്ടോസിന് എന്താ പറയുന്നത്? മാൾട്ട് ഷുഗർ എന്നാണ് പറയുന്നത്. ഇറ്റ് ഫോംഡ് ബൈ ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റാർച്ച് ബ്രേക്ക് ഡൗൺ ചെയ്താണ് അതിൽ നിന്നുമാണ് മാൾട്ടോസ് ഫോം ചെയ്യുന്നത്. കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നത് മാൾട്ടഡ് ബാർലി, ബിയറിലൊക്കെ യൂസ് ചെയ്യുന്നത്, ഇതിലൊക്കെയാണ് മാൾട്ടോസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി ലാക്ടോസ് എന്ന് പറയുമ്പോൾ പാലിൽ കാണപ്പെടുന്നു, പാലിലും പാൽ ഉൽപ്പന്നങ്ങളിലും കാണപ്പെടുന്നു. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. ഈ ലാക്ടോസ് ചില ആൾക്കാർക്ക് പറ്റത്തില്ല, അത് കഴിച്ചു കഴിഞ്ഞ പ്രശ്നമാണ്. അതിനെയാണ് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻടോളറൻസ്, അതായത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ലാക്ടോസ് ഇൻടോളറൻസ്. വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഡിസോർഡേഴ്സിൽ ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം, 5 മാർക്കിന് കണക്കാക്കി. ഇവിടെ ജസ്റ്റ് ഒന്ന് പോയിന്റ് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഇൻടോളറൻസ് ടു ലാക്ടോസ് can occur in people who inherit or lose the ability to produce the enzyme lactase. അതായത് ഈ ലാക്ടോസ് എന്ന ഡൈസാക്രൈഡ് നമ്മുടെ ശരീരത്തിൽ ഹൈഡ്രോളൈസ് ചെയ്ത് അത് എനർജി ആയിട്ട് മാറണമെങ്കിൽ നമ്മുടെ ശരീരത്തിലൊരു എൻസൈം വേണം. എൻസൈം എന്താണെന്ന് അറിയാലോ അല്ലെ, കാറ്റലിസ്റ്റുകൾ, എൻസൈം, അതിൻ്റെ പേരാണ് ലാക്ടേസ്. ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻസൈമിൻ്റെ പേര് ലാക്ടേസ് എന്നാണ്. ചില ആൾക്കാരിൽ ഈ ലാക്ടേസ് ഇല്ലായിരിക്കും, പാരമ്പര്യമായിട്ട് ജന്മനാൽ അവരുടെ ശരീരത്തിൽ ലാക്ടേസ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അത്തരത്തിലുള്ള ആൾക്കാർക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രോബ്ലമാണ് ലാക്ടോസ് ഇൻടോളറൻസ്. അവർക്ക് പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കാൻ പറ്റത്തില്ല, വയറിന് പിടിക്കത്തില്ല. ഓക്കെ, അതിനാണ് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ആബ്സെൻസ് ഓഫ് ലാക്ടേസ് എൻസൈം. ഓക്കെ, നെക്സ്റ്റ് സുക്രോസ് എന്താണ്? സുക്രോസ് നമ്മുടെ ടേബിൾ ഷുഗർ ആണ്. ഇറ്റ്സ് മോസ്റ്റ് എവിഡന്റ് ഡൈസാക്രൈഡ് ഫ്രം നാച്ചർ. ഷുഗർ കെയിനിലും ഷുഗർ ബീറ്റ്സിലൊക്കെ കാണപ്പെടുന്നതാണ്. അപ്പോൾ ഇതാണ് ഡൈസാക്രൈഡ്സ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒലിഗോസാക്രൈഡ്സ്. ഒലിഗോസാക്രൈഡ് എന്ന് പറയുമ്പോൾ എന്താ? 3 മുതൽ 9 വരെ മോണോസാക്രൈഡ്സ് ചേർന്നിട്ടുണ്ടാകുന്ന ഷുഗർ കോമ്പൗണ്ടിനെയാണ് എന്ന് പറയുന്നത് ഒലിഗോസാക്രൈഡ്സ് എന്ന് പറയുന്നത്. 3 to 10 ഇല്ല, 9 വരെ. സ്മോൾ എമൗണ്ട് ഒക്കെ നാച്ചുറൽ, അത് പ്ലാന്റിൽ ചെറിയ അളവിൽ കാണപ്പെടുന്നുണ്ട്. കൂടുതലും കാണപ്പെടുന്ന അനിമൽസിലാണ്. ഒലിഗോസാക്രൈഡ്സ് ക്യാൻ ഹാവ് മെനി ഫങ്ഷൻസ് ഇൻക്ലൂഡിങ് സെൽ റെക്കഗ്നിഷൻ, സെൽഫ് ബൈൻഡിങ്. അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൈക്കോലിപ്പിഡ്സ്, ഗ്ലൈക്കോപ്രോട്ടീൻസ്, ഇതൊക്കെ
എന്തിന് എക്സാമ്പിൾ ആണ്? ഒലിഗോസാക്രൈഡ്സിന് എക്സാമ്പിൾസ് ആണ്. മറ്റു എക്സാമ്പിൾ സെല്ലോഡെക്സ്ട്രിൻസ്, മാൾട്ടോഡെക്സ്ട്രിൻസ് ഒക്കെ പറയും. ഇതെല്ലാം എക്സാമ്പിൾസ് ആണ് ഒലിഗോസാക്രൈഡ്സിന്. നെക്സ്റ്റ് പോളിസാക്രൈഡ്സ്. പോളിസാക്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 അതിൽ കൂടുതലോ ഷുഗർ മോളിക്യൂൾസ് ചേർന്നിട്ടാണ് പോളിസാക്രൈഡ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, 2 ടൈപ്പ് പോളിസാക്രൈഡുകളുണ്ട്. അതിൽ നിന്ന് നോക്കാം. ഒന്ന് സ്റ്റോറേജ് പോളിസാക്രൈഡ് എന്നും രണ്ടാമത്തത് സ്ട്രക്ചറൽ പോളിസാക്രൈഡ് എന്നാണ് പറയുന്നത്. എന്താണ് സ്റ്റോറേജ് പോളിസാക്രൈഡ് എന്ന് പറയുന്നത്? അതായത് അതിനകത്ത് ഗ്ലൂക്കോസ് യൂണിറ്റുകൾ മാത്രമേ കാണുള്ളൂ, മറ്റു കമ്പോണന്റുകളൊന്നും കാണത്തില്ല, ഗ്ലൂക്കോസ് മോളിക്യൂൾസ് മാത്രമേ കാണത്തുള്ളൂ. അതിനെയാണ് സ്റ്റോറേജ് പോളിസാക്രൈഡ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, അമിലോപെക്റ്റിൻ. ഇതൊക്കെ സ്റ്റോറേജ് പോളിസാക്രൈഡ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇനി സ്ട്രക്ചറൽ എന്ന് പറയുമ്പോൾ അതായത് ഇവിടെ ബീറ്റാ ഗ്ലൂക്കോസ് യൂണിറ്റ് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അവിടെ 2 ഇമ്പോർട്ടൻറ്റ് വൺസ് സെല്ലുലോസ് ആൻഡ് എക്സാമ്പിൾസ് സെല്ലുലോസും കൈറ്റിനുമാണ് കാണപ്പെടുന്നത്. കൈറ്റിൻ കണ്ടന്റ് മോഡിഫൈഡ് ബീറ്റാ ഗ്ലൂക്കോസ് യൂണിറ്റ് കാണപ്പെടുന്നു. ഓക്കെ, ഇങ്ങനെ 2 ടൈപ്പായിട്ട് പോളിസാക്രൈഡ്സ് കാണപ്പെടുന്നത്. പോളിസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, 10 അതിലധികമോ മോണോസാക്രൈഡ്സ് ചേർന്നിട്ട് ബ്രാഞ്ച്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ചെയിൻ ആയിട്ടോ കാണപ്പെടുന്നതാണ് പോളിസാക്രൈഡ്. അത് 2 ടൈപ്പ് ഉണ്ട്. സ്റ്റോറേജ് പോളിസാക്രൈഡും ഉണ്ട്, സ്ട്രക്ചറൽ പോളിസാക്രൈഡ് ഉണ്ട്. സ്റ്റോറേജ് പോളിസാക്രൈഡിന്റെ എക്സാമ്പിൾ സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ. സ്ട്രക്ചറൽ പോളിസാക്രൈഡിന്റെ എക്സാമ്പിൾ സെല്ലോസ് അല്ലെങ്കിൽ കൈറ്റിൻ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് എഴുതാം. ഇനി പോളിസാക്രൈഡ്സിന് എക്സാമ്പിൾസ് നമുക്കൊന്ന് ജസ്റ്റ് അതിന്റെ ഒരു ഘടന ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ സ്റ്റാർച്ച്. അതിനകത്ത് ആരാണുള്ളത്? ഗ്ലൂക്കോസ് മാത്രമേ ഉള്ളൂ. ഒരുപാട് ഗ്ലൂക്കോസുകൾ ഒത്തുചേർന്ന് സ്റ്റാർച്ച് ഫോം ചെയ്തിരിക്കുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് സെറിയൽസ്, ലെഗൂംസ്, ട്യൂബേഴ്സ്, നമ്മുടെ ധാന്യങ്ങൾ, ഇതെല്ലാം സ്റ്റാർച്ചാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ എക്സാമ്പിൾ ഗ്ലൈക്കോജനം. അതിനകത്തും ഗ്ലൂക്കോസ് മാത്രമേ ഉള്ളൂ. അത് അനിമൽ ഫുഡിലാണ് കാണപ്പെടുന്നത്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഗ്ലൈക്കോജൻ കിട്ടണമെങ്കിൽ പിന്നെ മെയിനായിട്ട് മാംസാഹാരങ്ങളിലാണ് കാണപ്പെടുന്നത്. ലിവറിലും മസിലിലും ഒക്കെയാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് പോളിസാക്രൈഡിന് എക്സാമ്പിൾ ഫൈബർ. അതെവിടെയാണ് കാണപ്പെടുന്നത്? അത് ചെടികളിൽ മാത്രമേ ഉള്ളൂ. പ്ലാന്റ് ഫുഡുകൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഫൈബർ കിട്ടും. വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ഗ്രെയിൻസിലും ഒക്കെ കാണപ്പെടുന്നതാണ് ഫൈബർ. പക്ഷെ ഇറ്റ് വോണ്ട് ബി ഡൈജസ്റ്റഡ് ബൈ ഹ്യൂമൻ. നമ്മുടെ ശരീരത്തിൽ അത് ഡൈജസ്റ്റ് ചെയ്യില്ല. ബട്ട് ഇറ്റ് ഈസ് നെസസറി ഫോർ നോർമൽ ഡൈജഷൻ. അല്ലേ, നമ്മുടെ നോർമൽ ഡൈജസ്റ്റീവ് പ്രോസസ്സ്, എക്സ്ക്രീറ്ററി പ്രോസസ്സ് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഫൈബർ അത്യാവശ്യമാണ്. അത് നമുക്ക് ചെടികളിലൂടെ ഉള്ള വെജിറ്റബിൾസിലൂടെയാണ് നമുക്ക് ഈ ഒരു ഫൈബർ കിട്ടുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്റ്റിൻസ്, ഗംസ്, ലിഗ്നിൻ. ഇതുപോലെയുള്ള എക്സാമ്പിൾസ് ഉണ്ട്. അല്ലെങ്കിൽ ചെടികളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ സെല്ലുലോസ് മാത്രം എഴുതിയാലും മതി, ജസ്റ്റ് എല്ലാ വേർഡും പഠിക്കണമെന്നില്ല. ഓക്കെ, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. Starch is a mixture of amylose and amylopectin is found in plant foods. Amylose make up 20% of plant starch. Long chain of amylose tend to coil. അതൊന്നും നിങ്ങളിത് പഠിക്കേണ്ടത്, ഇതൊന്നും എൻ്റെ ആവശ്യമില്ല, ഇതൊന്നും ആവശ്യമില്ല. ഇനി ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രം എഴുതുക. അത് ഇതിൽ കാണപ്പെടുന്നു. സ്റ്റാർച്ച് നമ്മുടെ ധാന്യങ്ങളിൽ കാണപ്പെടുന്നു, ഗ്ലൈക്കോജൻ അനിമൽ ഫുഡിൽ കാണപ്പെടുന്നു, ഫൈബർ എവിടെ കാണപ്പെടുന്നു? ചെടികളിൽ കാണപ്പെടുന്നു. അത്രയും മാത്രം മതി. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇനി നമ്മൾ അതിന്റെ ഫംഗ്ഷൻസ്, ഓൾറെഡി ഞാൻ ഫംഗ്ഷൻസ് എല്ലാം പറഞ്ഞു. ഒന്നുകൂടെ കാർബോഹൈഡ്രേറ്റിന്റെ ഫംഗ്ഷൻസ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ബ്രെയിനിലും എല്ലാ സെല്ലിനും എനർജി സപ്ലൈ ചെയ്യുന്നു, പ്രോട്ടീൻ സ്പെയർ ചെയ്യുന്നു, പിന്നെ നമ്മുടെ മറ്റു ചില അമിനോ ആസിഡ്സും ഗ്ലൈക്കോ പ്രോട്ടീൻസും ഗ്ലൈക്കോ ലിപ്പിഡ്സും ഒക്കെ സിന്തസൈസ് ചെയ്യാൻ സഹായിക്കുന്നു, ലിപ്പിഡ് മെറ്റബോളിസത്തിന് സഹായിക്കുന്നു. അതൊക്കെ നമ്മൾ അടുത്ത വേറെ ക്ലാസ് ലിപ്പിഡ്സ് പഠിക്കുമ്പോൾ പഠിക്കും കേട്ടോ. ലിപ്പിഡ് മെറ്റബോളിസത്തിന് സഹായിക്കുന്നു. ഫൈബർ പ്രൊവൈഡ്, നമുക്ക് ആവശ്യത്തിനായുള്ള ഫൈബർ നമുക്ക് ഈ ഒരു കാർബോഹൈഡ്രേറ്റ്സിലൂടെയാണ് കിട്ടുന്നത്. പിന്നെ ബോഡി ഫംഗ്ഷൻ ആവശ്യമുള്ള എനർജി നൽകുന്നു, ഫാറ്റ് ഓക്സിഡൈസ് ചെയ്യാൻ സഹായിക്കുന്നു, പ്രോട്ടീൻ സ്പെയറിംഗ് ആക്ഷൻ സഹായിക്കുന്നു, നോൺ അസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഫോം ചെയ്യാൻ സഹായിക്കുന്നു, ടിഷ്യൂ ഫോം ചെയ്യാൻ സഹായിക്കുന്നു, പിന്നെ ആഹാരത്തിന് ഒരു ഫ്ലേവർ കൊടുക്കാൻ സഹായിക്കുന്നു, അല്ലേ. അതുപോലെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പ്രോപ്പർ ഫംഗ്ഷന് സഹായിക്കുന്നു, ലിവർ ഫംഗ്ഷന് സഹായിക്കുന്നു, ലിവറിൽ നിന്ന് ടോക്സിക് സബ്സ്റ്റൻസ് എല്ലാം റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നു. ഇതെല്ലാമാണ് നോർമൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് എത്ര ഒരു നോർമൽ റിക്വയർമെന്റ് എത്രയാണ് കാർബോഹൈഡ്രേറ്റിന്റെ?
കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ 1 gram കാർബോഹൈഡ്രേറ്റ് മെറ്റബോളൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4 കലോറി ഊർജ്ജമാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള എനർജി 45 മുതൽ 65% ടോട്ടൽ ഡെയിലി കലോറി നമുക്ക് കിട്ടുന്നത്, എനർജിക്ക് ആവശ്യമായിട്ടുള്ള കലോറിയും നമുക്ക് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്തിട്ടാണ്. പിന്നെ നമുക്ക് 2000 കലോറീസ് എ ഡേ കിട്ടുകയാണെങ്കിൽ അതിൽ 900 മുതൽ 1300 1300 കലോറി നമുക്ക് എന്തിൽ നിന്നാണ് കിട്ടുന്നത്? കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് കിട്ടുന്നത്. ഇപ്പം മനസ്സിലായോ? അതായത് 1 gram കാർബോഹൈഡ്രേറ്റ് മെറ്റബോളൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4 കലോറി കിട്ടും. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് 65% വരെ, 45 മുതൽ 65% വരെയും എനർജി അല്ലെങ്കിൽ കലോറി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് പറയുന്നത്. നമുക്ക് ഒരു ദിവസം 2000 കലോറി ആവശ്യമുണ്ടെങ്കിൽ അതിൽ ഒരു 1300 കലോറി വരെയും നമുക്കത് കിട്ടുന്നത് എവിടെ നിന്നാണ്? കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഡൈജഷൻ ആണ് പഠിക്കേണ്ടത്. അതിനു മുന്നേ നമുക്ക് ജസ്റ്റ് ഈ ഒരു കാർബോഹൈഡ്രേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ ക്ലാസിഫിക്കേഷനും പിന്നെ ഫങ്ഷൻസും ആണ് പറഞ്ഞത്. അത്രയും ഒന്ന് ജസ്റ്റ് പിന്നെ ഇൻടോളറൻസിന്റെ ജസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്രയും പോർഷൻസ് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ മനസ്സിലായി എന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്യണം. മനസ്സിലാകാതെ അടുത്ത പോർഷനിലൂടെ പോയിട്ട് യാതൊരു കാര്യമില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഒരു സെക്ഷനാണ് കഴിഞ്ഞത്. അപ്പോൾ ഇത് 5 മാർക്കിന് കണക്കാക്കി ഇത്രയും ഒന്ന്. ഓരോന്നും മോണോസാക്രൈഡ്സ് എന്താണ്, ഡൈസാക്രൈഡ് എന്താണ്, ഒലിഗോസാക്രൈഡ് എന്താണ്, പോളിസാക്രൈഡ് എന്താണ്, അതിന്റെ എക്സാമ്പിൾസ് എന്താണ്, അതൊക്കെ ഓരോന്നും എന്തൊക്കെ കമ്പൈൻ ചെയ്താണ് ഉണ്ടാകുന്നത് അല്ലെ, അതൊന്ന് ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇത്രയും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായി എന്നൊരു മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതിനൊപ്പം മെസ്സേജ് വിടുക, എന്നാൽ മാത്രമേ ഞാൻ അടുത്ത ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്, വൈ ഐ ഹാവ് ടു സ്ട്രഗിൾ വിത്ത് ദിസ് വീഡിയോസ്? Okay, so everyone should study very nicely. Don't wait for the exam date. Okay, if you are ready to study, I am ready to teach you. Okay, thank you for watching. Bye bye.